2025 നിങ്ങൾക്കെല്ലാവർക്കും ഒരു നല്ല വർഷമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഒരക്ഷരം പോലും തെറ്റിയില്ല. ഓരോ ദിവസവും രാവിലെ പുലരുമ്പോൾ ഇന്ന് ഏത് തരം അക്രമത്തെക്കുറിച്ചുള്ള വാർത്തകൾ കേൾക്കേണ്ടി വരുമെന്ന ആശങ്കയോടെ നമ്മൾ മലയാളികൾ ഉണരുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തിനീ ക്രൂരത നീ ഞങ്ങളോട് കാണിക്കുന്നു? ഞങ്ങൾ എന്ത് ദ്രോഹമാണ് നിന്നോട് ചെയ്തത്? തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ സഹോദരനെയും കാമുകയെയും ബന്ധുക്കളെയും അടക്കം 5 പേരെ അതിക്രൂരമായി കൊലപ്പെടുത്തി 23-കാരൻ. ഒരു നല്ല വർഷമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഭാര്യയെയും ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തിനെയും യുവാവ് വെട്ടിക്കൊലപ്പെടുത്തി. നിങ്ങൾക്ക് നല്ല സമയദോഷമുണ്ട്. 15 വയസ്സുകാരനെ സമപ്രായക്കാർ തല്ലിക്കൊന്നു. ഹാപ്പി ന്യൂ ഇയർ. ഇവനെ വിശ്വസിക്കരുത് അപ്പച്ചി. മരച്ചുപോകുന്ന ബ്രൂട്ടൽ ക്രൈമുകൾ, കഴുത്തറക്കലുകൾ, മലവെള്ളം പോലെ കുത്തിയൊലിക്കുന്ന മാരക സിന്തറ്റിക് ലഹരികൾ. ഈ വർഷം 2 മാസം മാത്രം പൂർത്തിയാകുമ്പോൾ നമ്മൾ കണ്ട ചോരയ്ക്ക് കയ്യും കണക്കുമുണ്ടോ? എന്താ പറ്റിയെന്ന് ഒരു പിടിയില്ല സാറേ. ഈ നാടിന് പറ്റുന്നത് എന്താണ് എന്ന് ആർക്കെങ്കിലും അറിയുമോ? ആ സമയത്ത് ഒരു മാസ് റോളിലാട്ടം വന്നേ, അതൊക്കെ പോയി. സിനിമയിലോ സ്ഥിരം കൊള്ളരുതാത്തവനും തല്ലുകൊള്ളി. ഇതും കൂടി തീർന്നു. ഒരു നല്ല വർഷമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എന്നെ സംശയിക്കരുത്. എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി. സബ്സ്ക്രൈബ് ചെയ്തേക്കണേടാ. പൊന്നു മോനെ.